ഹായ് ഗായ്സ്, നമ്മളിപ്പോ ഘോര വനത്തിനുള്ളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അങ്ങോട്ട് നോക്കൂ, എല്ലാവരും വലത്തോട്ട് നോക്കൂ. ആന ആന അതാ അതാ പോത്ത് പോത്ത്, ഇടത്ത് സൈഡിൽ പോത്ത്. ആളെ പോത്താക്കണ പരിപാടിയാണല്ലേ. അങ്ങനെ നമ്മളെ ഫാമിലിയോടൊത്തുള്ള 1 ഡേ ടൂർ കഴിഞ്ഞ് നമ്മൾ മടങ്ങുകയാണ്. ഇനി ഈ ടൂറിൽ പങ്കെടുത്ത് എൻജോയ് ചെയ്ത ഫാമിലികളുടെ പ്രതികരണം നമുക്കൊന്ന് നോക്കാം. താങ്കളും കുടുംബവും ടൂർ എങ്ങനെ ആസ്വദിച്ചു? ഏതൊക്കെ മൃഗങ്ങളെ കണ്ടു? ആട്, മാട്, പോത്ത്, എരുമ, പട്ടി, നായ, പിന്നെ കൈത, ഇതിനൊക്കെ കാണാൻ പറ്റും. തീർച്ചയായും വളരെ കൗതുകകരമായ കാഴ്ച തന്നെയായിരുന്നു അത്. ടൂറിന്റെ സുഗമമായ നടത്തിപ്പിന് താങ്കളെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് കേട്ടു. എന്തായിരുന്നു കാരണം? എന്താ ചെയ്യാ, ഈ ബസ്സിൽ ഒരിക്കലും സംഗീതം ആസ്വദിക്കാനുള്ള കഴിവില്ല. ഇവിടെ ഒരു അന്തവും കുന്തമില്ല, താനിത് എങ്ങോട്ടാ ഓടിക്കുന്നത്? നിങ്ങൾ ഈ ടൂറിൽ എന്തൊക്കെ കണ്ടു? പുലിയെ കണ്ടോ? പുലിനെ കണ്ടിട്ടില്ലെങ്കിലും ഇതിലെ കുറെ പുലികള് പൂച്ചയായത് ഞാൻ ഇന്ന് കണ്ടു. അത് സ്വാഭാവികം. പെൺപുലികൾ കൂടെ ഉണ്ടാവുമ്പോ ചില ആൺപുലികൾ പൂച്ചയാവും. ഹലോ ഹലോ, ഈ ടൂർ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച വ്യക്തി എന്ന നിലക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? 1 ഡേ ബസ്സിലിരുന്ന് ഫുൾ ഉറങ്ങിയോണ്ട് ഒരു സുഖമുണ്ട്. വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ലേ? ഓക്കെ, ക്യാരി ഓൺ. ഇനി ടൂറിന്റെ മെയിൻ കോർഡിനേറ്റർ കൂടിയായ ഇദ്ദേഹത്തോട് നമുക്കൊന്ന് ചോദിക്കാം. എന്താണ്, ടൂറൊക്കെ അടിച്ചു വിളിച്ചോ? ടൂറൊക്കെ അടിച്ചു പൊളിച്ചേ. ഫാമിലിയൊക്കെ നല്ല ഹാപ്പിയാണ്. ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ ഇരുന്നും കൊണ്ടുള്ള ഒരു യാത്രയെ അതവർ നല്ലോണം ആസ്വദിച്ചു. ഇനിയിപ്പോ അടുത്തൊന്നും ഒരു ടൂറിന് വേണ്ടി കെട്ടിയോള് ചോദിക്കൂല, അത്രക്കും ഹാപ്പി ആക്കിയിട്ടുണ്ട് അവരൊക്കെ. അതെ, കേട്ടറിവിനേക്കാൾ നല്ലതാണല്ലോ കണ്ടറിവ്.